ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് കുറച്ച് ഓർഗൻഡി സാരീസ് ആണ്. അതിലത്തെ 5 ഓർഗൻഡി സാരിയാണ് നമ്മൾ കാണുന്നത്. ഈ 5 ഓർഗൻഡി സാരിയുടെയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്, കളറ് ഡിഫറെൻറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻഡി സാരിയിൽ കുറേ ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചിലതൊക്കെ സോഫ്റ്റ് ഓർഗൻഡി എന്ന് പറഞ്ഞും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം സോഫ്റ്റ് ഓർഗൻഡിക്ക് നമ്മുടെ നോർമലി നമ്മൾ മേടിക്കുന്ന ഓർഗൻഡി സാരിയുടെ അത്രയും സ്റ്റിഫ്നെസ് വരില്ല, ഒരു സ്മൂത്ത് എഫക്റ്റ് ഉണ്ടാകും, നല്ലൊരു സിൽക്കി എഫക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയലും അവൈലബിൾ ആണ് സോഫ്റ്റ് ഓർഗൻഡി. അത് എല്ലാ കളേഴ്സിനും അവൈലബിൾ അല്ല, ചില ഷെയ്ഡ്സ് ആണ് സോഫ്റ്റ് ഓർഗൻഡി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ കടകളിൽ നോക്കിയാൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരെണ്ണം ഒരു സോഫ്റ്റ് ഓർഗൻഡി ടൈപ്പ് ആണ്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓരോ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഡിസൈനിങ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇന്ന് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഷെയ്ഡ്. നമ്മുടെ എന്താ പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡ് അല്ല, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉള്ള ഒരു സാരിയാണ്. ഇത് പ്യുവർ ഓർഗൻഡി പോലെയല്ല, ഇത് ഇച്ചിരി സോഫ്റ്റ് ഓർഗൻഡി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇച്ചിരി സ്മൂത്ത് ആണ്, ഒരു നല്ല സിന്തറ്റിക് സാധനത്തിലൊക്കെ നമ്മൾ തൊടുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യില്ലേ, അതൊരു സ്മൂത്ത് എഫക്റ്റ് ഉണ്ട്. അത്രയ്ക്ക് സ്റ്റാർച്ചിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഇല്ല ഈ ഒരു ഓർഗൻഡിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഫ്റ്റ് ഓർഗൻഡി ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെയർ ഇൻ ബോൺ ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു ഇച്ചിരി തെറിച്ച് നിൽക്കുന്ന കളറാണ്, ബ്ലൂ കളർ ഹെയർ ഇൻ ബോൺ ഡിസൈൻ ആണ്. ഈ ഒരു ഡിസൈൻ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഈ ഒരു ഡിസൈനിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഷാഡോ വർക്ക് ആയിരുന്നു. അപ്പം ബാക്ക് സൈഡിലായിരുന്നു ഈ ഹെയർ ഇൻ ബോൺ ഡിസൈൻ വരുന്നത്. ഇങ്ങനത്തെ ക്രോസ് വരുന്നത് സാരിയുടെ ബാക്ക് സൈഡിലായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ സ്പോട്ട് ആയിട്ടായിരുന്നു വരുന്നത്, ഷാഡോ വർക്ക് ആയിരുന്നു ചെയ്തത്. ഇത് നേരെ ഓപ്പോസിറ്റ് ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കളറിൻ്റെ നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നടുക്ക് ഈ ഓൾമോസ്റ്റ് സാരിയുടെ തന്നെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നടുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലീവ്സും പെറ്റൽസും എല്ലാം ഹെയർ ഇൻ ബോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു മുന്താണിയുടെ ഒരു സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ കോർണറിലും ഇതുപോലെ തന്നെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇടുമ്പം 2 സൈഡിലും ഡിസൈനിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലും മുന്താണിയുടെ 2 സൈഡിലും ഡിസൈനിങ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലൊന്നുമില്ല. ഇത് അത്യാവശ്യം വലിയ ഡിസൈൻ ആയതുകൊണ്ട് റണ്ണിങ് പോർഷനിലൊന്നും നമ്മൾ ഡിസൈനിങ് ചെയ്തിട്ടില്ല. പിന്നെ നേരെ വന്നേക്കുന്ന ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലും ഒരു ഡിസൈൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ കാണുന്ന ഡിസൈനിങ്. ഇത് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന ഒരു ഡിസൈനിങ് ആണ്. വലിയൊരു ഡിസൈനിങ് ഷോൾഡർ പ്ലീറ്റിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഡിസൈനിങ്. അപ്പം ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ നല്ല കളർ കോൺട്രാസ്റ്റും ആയതുകൊണ്ട് ഒറ്റ ഡിസൈനാണ് ഫ്രണ്ടിലും കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ കൂടെ 4 ഡിസൈനാണ് വരുന്നത്. ഈ സാരിയിൽ ഇതിൻ്റെ അകത്ത് 4 ഡിസൈനിങ്, 2 മുന്താണിയിൽ, 1 ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിലും, പിന്നെ താഴെ 1. വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ ഡിസൈൻ ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല. അങ്ങനത്തെ നല്ല കോൺട്രാസ്റ്റ് കളറുമാണ് എടുത്തിരിക്കുന്നത്, തെറിച്ച് നിൽക്കുന്ന കളറുമാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി കുറയും എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇതിൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കളറും കാണിച്ചിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ്. നല്ല എന്നുവെച്ചാൽ അധികം പ്രായമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇത് ഉടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. പ്രായമുള്ളവർക്ക് ഉടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയുന്നത് കുറച്ച് നല്ല മിഡിൽ ഏജ് ആൾക്കാർക്കൊക്കെ ഈ ഒരു കളറ് നല്ല ഭംഗി സൂട്ട് ആവുന്ന ഒരു കളറാണ്. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരി നമ്മുടെ ബ്ലൂ കളറാണ്, സ്കൈ ബ്ലൂ കളറാണ്. തീരെ ലൈറ്റ് അല്ല, സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ തീരെ സ്കൈ ബ്ലൂ അല്ല കേട്ടോ, കുറച്ച് തെറിച്ച് നിൽക്കുന്ന ഒരു സ്കൈ ബ്ലൂ ആണ്.
അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു ഡിസൈനിങ് തന്നെയാണ്, പക്ഷെ ചെയ്തിരിക്കുന്നതിൽ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ഈ ഒരു ലേസി ഡേസി ഡിസൈനാണ് നമ്മൾ സാരിയുടെ മുന്താണിയിൽ ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇവിടെ ഈ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസിലും മുന്താണിയിൽ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. ഈ സാരിയുടെ മുന്താണിയുടെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ പോയിന്റിലും ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് സൈഡിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 3 ഡിസൈനാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലും സെൻറ്ററിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ കോർണറിലും ഇതുവരെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഡിസൈനിങ് ആണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലും ഉണ്ട്. ഇത് ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സാരി ഫുള്ളും പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുന്താണി കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഫുള്ളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡറിൽ വന്നപ്പം ഫുള്ളായിട്ടുള്ള ഡിസൈനിങ് ഇല്ല, ഈ ഡിസൈനിൻ്റെ ഇത്രയും പോർഷനാണ് നമ്മൾ ഷോൾഡർ പോയിന്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 5 എണ്ണമാണ് നമ്മൾ അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നിറച്ചും വർക്കായിട്ടുള്ളത് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഇങ്ങനെ ഫ്ലവർ ബഞ്ച് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് മെറൂൺ അല്ല മജന്ത കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാടാമുല്ല കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ഫ്ലവർ തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നടുക്ക് ബേബി പിങ്കുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലീവ്സൊക്കെ ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ മുന്താണിയിൽ കണ്ടോരത്ത് തന്നെ ഒരു വലിയ ഡിസൈനാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു വലിയ ഡിസൈൻ. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലത്തെ വലിയ ഡിസൈന് 3 മുന്താണിയിലും 1 റണ്ണിങ് പോർഷനിലും 1 റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് വലിയ ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ 5 കുഞ്ഞ് ഡിസൈനുമാണ് വരുന്നത്. അപ്പോൾ ഈ സാരിയിൽ അത്യാവശ്യം നല്ലോണം കാണുന്നയുടെ എല്ലാവരും നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ പ്ലീറ്റ്സിൽ മാത്രമാണ് വർക്ക് കുറച്ച് ഇല്ലാണ്ടിരിക്കണുള്ളൂ, ബാക്കി അത്യാവശ്യം എല്ലായിടത്തും നല്ലോണം വർക്ക് വരുന്നുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അപ്പം അടുത്ത ഓർഗൻഡി സാരി ഒരു ലൈറ്റ് സാൻഡിൽവുഡ് കളറാണ്. തീരെ ലൈറ്റാണ്, സാൻഡിൽവുഡ് ചന്ദനത്തിൻ്റെ തീരെ ലൈറ്റായിട്ടുള്ള ഒരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ നേരത്തെ കാണിച്ച മാതിരി തന്നെ മുന്താണിയിൽ 3 ഡിസൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ മുന്താണിയിൽ ഈ ഒരു ഡിസൈനിങ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുകയാണ്, ഒരു കുഞ്ഞു ഡിസൈൻ. ഇതിൻ്റെ ഒരു 2 ഫ്ലവർ ഉള്ള ഒരു ഡിസൈനാണ് മുന്താണിയുടെ സെൻറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പുറം ഇപ്പുറം വലിയ ഡിസൈനും സെൻറ്ററിൽ ഒരു കുഞ്ഞു ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സെൻറ്ററിൽ വരുന്ന ഡിസൈൻ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഫുൾ ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരു ഫുൾ ഡിസൈൻ. അപ്പോൾ 2 കോർണറിലും ഫുൾ ഡിസൈൻ, സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഡിസൈനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിലും ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ നമ്മൾ സെൻറ്ററിൽ കൊടുത്തോടത്ത് തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നപ്പം ഇതുപോലെ 2 വലിയ ഡിസൈനും സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഡിസൈനും അടുപ്പിച്ചായിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷാഡോ വർക്കും സാറ്റിൻ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും സ്റ്റെം സ്റ്റിച്ചൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലീവ്സ് തയ്ക്കുമ്പോൾ ആദ്യം ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. മാറിപ്പോയി. ആദ്യം സ്റ്റെം സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഷാഡോ വർക്ക് തയ്ക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഷാഡോ വർക്ക് തയ്ച്ച് കഴിഞ്ഞ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ പോകുമ്പോൾ ഷാഡോ വർക്കും കൂടെ നമ്മൾ എടുത്ത് വലിക്കാൻ തുടങ്ങും, അപ്പോൾ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക, അത് കഴിഞ്ഞിട്ടാണ് ഷാഡോ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്ന, 2 വലുതും ഒരു കുഞ്ഞതുമായിട്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ ഒരു ഡിസൈനിങ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇത് തീരെ ലൈറ്റ് കളർ ആണ്, അതായത് ഒരു ലൈറ്റ് സാൻഡൽവുഡ് കളറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷെയ്ഡ്. ഇപ്പോൾ നമ്മൾ 3 ഷെയ്ഡ് ഓർഗൻഡി സാരിയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുണ്ട് 2 ഷെയ്ഡും കൂടെ നമുക്ക് കാണാനായിട്ട്. അടുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെയും വ്യത്യാസം നമുക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. തീരെ ലൈറ്റാണ് ലെമൺ യെല്ലോ എന്ന് പറഞ്ഞാൽ, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവും എന്നറിയില്ല. തീരെ ലൈറ്റ് ലെമൺ യെല്ലോയാണ്. നമ്മൾ ശരിക്കും നാരങ്ങ പഴുത്ത ആ ഒരു യെല്ലോ ഷെയ്ഡല്ല, അതിൽ തീരെ ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണിത്. അപ്പോൾ അതും ഇതുമായിട്ട് ഇത്രയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. വളരെ അധികം വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല, വളരെ കുഞ്ഞ് വ്യത്യാസമാണ് കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെമൺ യെല്ലോ സാരിയിൽ നമ്മൾ
കോൺട്രാസ്റ്റ് കളർ ഇച്ചിരി എടുത്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് ഒലീവ് ഗ്രീനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ മുന്താണിയുടെ 2 സൈഡിലും തയ്ച്ചിട്ടില്ല, ഒരു സൈഡിൽ മാത്രമാണ് തയ്ച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ച് വലിയ ഇങ്ങനെ തണ്ടുകൾ കൂടുതൽ, ഫ്ലവേഴ്സ് കുറച്ചായിട്ട് ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് റോസിറ്റി സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൂ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ മുന്താണിയിൽ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ ഡിസൈനിങ് കൊടുത്തിട്ടില്ല, കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് ഷോൾഡർ പ്ലീറ്റിൽ ഈ വലിയ ഡിസൈൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ വളഞ്ഞു പോണ അവിടെ വരെ നമുക്ക് ഈ ഒരു ഡിസൈനിങ് ഉണ്ടാകും. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിറച്ചും അപ്പോൾ എംബ്രോയിഡറി ഉണ്ടാകും. ഇതൊരു ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു 12 ഇഞ്ചിൻ്റെ അടുത്തുണ്ട് ഈ ഒരു ഒറ്റ ഡിസൈനിൽ തന്നെ. അപ്പം നിറച്ചും നമ്മുടെ ഫ്രണ്ടിൽ ഒരു 22 ഇഞ്ച് വരെ നമുക്ക്, അല്ലെങ്കിൽ 24 ഇഞ്ച് വരെ, ഈ ഗ്യാപ്പും കൂടെ കൂടുമ്പോൾ ഒരു 24 ഇഞ്ച് അല്ലെങ്കിൽ 25 ഇഞ്ച് വരെ നമുക്ക് വർക്ക് ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ടിൽ നിറച്ചും എംബ്രോയിഡറി ആയിട്ടിരിക്കും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഷെയ്ഡ് കണ്ടു നോക്കുക, ഓർഗൻഡിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ഷെയ്ഡ്. ഈ 2 ഷെയ്ഡ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ലാവൻഡർ ഷെയ്ഡാണ്. അത് കുറച്ചും കൂടെ ഒരു നല്ലൊരു കളറാണ്, എല്ലാവർക്കും സൂട്ട് ആവുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് ഒത്തിരി ബ്രൈറ്റും അല്ല, സെറ്റിലായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ലാവൻഡർ ഷെയ്ഡിൽ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് വൈറ്റും ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഒരു മുന്താണിയുടെ ഒരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ വേറൊരു ഡിസൈനിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞൊരു പോയിന്റ്, കുഞ്ഞു ഡിസൈനാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ സെൻറ്ററിൽ അപ്പുറത്തെ കോർണറിൽ ഇതുവരെ തന്നെ ഫുൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഫുൾ ഡിസൈൻ ഇതുവരെ തന്നെ മുഴുവനായിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ബാക്കി എല്ലാ സാരിയിലും കാണിച്ചു വരെ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനിങ് വരുന്നുണ്ട് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുവരെ 2 ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതും അത്യാവശ്യം നീളമുള്ള ഒരു ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണം തയ്ച്ച് ഈ ഒരു ഗ്യാപ്പും വെച്ചിട്ട് 2 എണ്ണം തയ്ക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ഫുള്ളാകും. അപ്പോൾ എംബ്രോയ്ഡറി നിറച്ചും ഉണ്ടാകും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും 2 ഇത് ഇപ്പോൾ കാണിച്ചേക്കുന്ന ഒരു യെല്ലോ സാരി ഒഴിച്ച്, ലെമൺ യെല്ലോ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാരിയുടെയും മുന്താണിയുടെ 2 സൈഡിലും വർക്കുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ചില വലിയ ഡിസൈനിൽ നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ സാരിക്കും റണ്ണിങ് പോർഷനിലും എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാണുന്ന ഭാഗത്തൊക്കെ നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് ഈ 5 സാരിയും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ഷെയ്ഡാണ് കണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് വേറെ 5 ഷെയ്ഡും കൂടെ നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഓർഗൻഡിയെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും അറിയത്തില്ല എന്തോരം ഷെയ്ഡ്സ് ഉണ്ട്, ഓർഗൻഡിയിൽ എന്തോരം ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓർഗൻഡി സാരിയുടെ ഷെയ്ഡ്സ് കാണാനും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന ഷെയ്ഡ്സിൽ ഏതൊക്കെ ത്രെഡ് വെച്ച് ചെയ്താലാണ് കൂടുതൽ ഭംഗി എന്നും കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഇങ്ങനത്തെ ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തേച്ചാൽ മതി, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലുള്ള വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്താലും കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.